പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എന്ന് പോലെ കാലം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഈ വാത്സല്യ സഭയെ ഓർത്ത് ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിനു യോഹന്നാനെ ഓർത്ത്, അനുഗ്രഹിക്കപ്പെട്ട ദർശനമുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഇവാഞ്ചലിസം മിനിസ്ട്രി തുടങ്ങിയതിൻ്റെ ഒന്നാമത്തെ ആനിവേഴ്സറി അല്ലെങ്കിൽ വർഷമാണിത്. ഒരു വർഷമായി ആ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഓക്സ്ഫോർഡിൽ പാസ്റ്റർ സിബിയുടെ ചർച്ചിൽ വെച്ചാണ് അതിന് ആരംഭം കുറിച്ചത്. അന്നത്തെ ദിവസം എനിക്കും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് അവസരം തന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, സാധാരണ ചർച്ചുകളിലൊക്കെ ഞങ്ങളുടെ ചർച്ചിലുൾപ്പെടെ ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ സാഹചര്യമുള്ളത് ഒന്നുകിൽ സീസൺ വെതർ കൊണ്ട് നന്നായിരിക്കണം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ വാത്സല്യ ഷിനു യോഹന്നാൻ പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് ഫെസ്റ്റിവൽ ഇല്ലെങ്കിലും വെതർ ബാഡാണേലും അവരുടെ മിനിസ്ട്രി അത് ബാധിക്കുന്നില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അജീഷ് പാസ്റ്റർ കുടുംബം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഈ മഴ കണ്ടിട്ട് എങ്ങനെയാ? ജോക്കരും പാസ്റ്ററൊക്കെ ഇന്നലത്തെ ഈ മഴയിൽ രാവിലെ വന്നാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ഓർത്ത് വൈകിട്ടേ വന്നു. ഒരു തരത്തിലാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. മാനുഷികമായിട്ട് നോക്കിയാൽ ഇന്നത്തെ ഈ ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രി ഇവിടെ നടക്കേണ്ടതല്ല. സീസണും കാലാവസ്ഥയും നിയമവും ഒക്കെ എതിരായിരിക്കുമ്പോൾ അവിടെയാണ് ദൈവഭക്തന്മാരുടെ ആ ഒരു അഭിഷേകം. കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഈ ദർശനമുള്ള ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. തന്നോടൊപ്പം വളരെ ദൂരേന്ന് വളരെ ത്യാഗം സഹിച്ച് കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസന്മാർ പലരും ഇവിടെയുണ്ട്. പാസ്റ്റർ സജീബ് ന്യൂസും ആൻറ്റിയും 5.5-6 മണിക്കൂർ മോർ ദാൻ 6 hours ട്രാവൽ ചെയ്താണ്. പക്ഷെ അവരെങ്ങാണ് ഇപ്പോഴും അതോർത്ത് കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഒരു പ്രാവശ്യം പോലും മുടക്കത്തില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കർത്താവ് ആരോഗ്യം ബലവും കർത്താവ് കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ അജീഷ് പാസ്റ്ററിന് വണ്ടി പലപ്പോഴും ബ്രേക്ക് ഡൗണാണ്, പക്ഷേ ഇവാഞ്ചലി മിനിസ്ട്രി അത് ബാധിക്കുന്നില്ല. എത്ര കർത്താവിന് മഹത്വം കരേറ്റിയാലും മതിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഡേവിഡ്സൺ പാസ്റ്റർ, ആമേൻ, കർത്താവിൻ്റെ ദാസൻ ഇന്ന് സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ട് എഴുതി. ദൈവം എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ഇത് പ്രകാശനം ചെയ്യണം. ഞാനത് കുറച്ച് കേട്ടു പാസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട വരികൾ, ആമേൻ, സ്തോത്രം, ദർശനം തരട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും, റിജോ പാസ്റ്റർ ആകട്ടെ, സിബി പാസ്റ്റർ ആകട്ടെ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഇതിനൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരുന്ന ഞങ്ങളുടെ ഓവർസിയർ ജോക്കറിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കരേറ്റുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ആ ഒരു വലിയ പിന്തുണയാണ് ഇതിന് കാരണമാകുന്നത്. കർത്താവിൻ്റെ ദാസൻ എന്നെ ശുശ്രൂഷിക്കാൻ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് സമയം പറഞ്ഞില്ല. ഞാൻ എൻ്റെ ചർച്ചിൽ വന്ന് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വാച്ച് വ്യത്യാസം. അതുകൊണ്ട് 3:30, 3:25 ഇങ്ങനെ പറയുന്നത്. അപ്പം ശ്രീനിവാസ എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് ഹേമിക്കുന്നതനുസരിച്ച് എടുത്തോളം പറഞ്ഞു. അരിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ദൈവാത്മാവ് ഹേമിച്ചാലേ 1-2 വാക്കുകൾ പറയാൻ കഴിയുള്ളൂ. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. എംപവർ സെഷൻ എന്നുള്ളൊരു മീറ്റിംഗ് ആണിത്. എംപവർമെൻറ്റ്. എനിക്ക് ആ വാക്ക് എന്നെ വളരെ ടച്ച് ചെയ്തു. എംപവർമെൻറ്റ്, ശക്തി പുതുക്കുന്നൊരു ശുശ്രൂഷ. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശക്തരാകിയാൽ ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും നല്ല അഭിഷിക്തരാണ്, ശക്തരാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ശക്തിയുടെ ആധാരം? ശക്തി ചോർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോണൊക്കെ മേടിക്കുമ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കി മേടിക്കും അല്ലേ? പക്ഷെ കുറേ കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ചാർജ് എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഫോൺ നല്ല ബ്രാൻഡായിരുന്നു, നല്ല വില കൊടുത്തതാണ്, എന്താണെന്ന് അറിയത്തില്ല, ചാർജ് നിൽക്കുന്നില്ല. ഇത് ആത്മീകോളത്തിലും ചാർജ് നിൽക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ ശക്തി ചോർന്നു പോകരുത്. കൂടെ ചാർജ് ചെയ്യിപ്പിക്കാൻ നിൽക്കാതെ, ലഭിച്ച ചാർജ് ഒട്ടും ചോർന്നു പോകാതെ എപ്പോഴും ആമേൻ, ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ലേ? പ്രയോജനമുണ്ടോ? അത് ഉപയോഗിക്കണം. ഇന്ന് നമ്മൾ ഇവിടെ വചനം കൊണ്ട് കേൾക്കുന്നതാകട്ടെ, ഒരു പാട്ട് കൊണ്ട് കേൾക്കുന്നതാകട്ടെ, ആ ലഭിക്കുന്ന ചാർജ് ഒട്ടും ചോർന്നു പോകാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. 5 കാര്യങ്ങൾ ശക്തി നിലനിൽക്കേണ്ടതിന് ആവശ്യമാണ്. അതല്ല എൻ്റെ മെസ്സേജ് എങ്കിലും ഒന്ന് പറഞ്ഞു പോകട്ടെ. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ശക്തി ലഭിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ
പ്രൈസ് ലോർഡ്, നമ്മൾ ആള് മാറിയവരെ പോലെ ശക്തരായിത്തീരും. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇതുവരെ ശക്തിയില്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേണോ എന്ന് സംശയിക്കുന്ന, തർക്കിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വളരെ ആവശ്യമാണ് സഹോദരങ്ങളെ. സിസ്റ്റർ ജൂഡിയുടെ സാക്ഷ്യം ഇതിനു മുമ്പും എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു ഓർഡിനറി ലൈഫല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശക്തി വളരെ ആവശ്യമാണ്. പൈശാചിക മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ കാണാതെ പഠിച്ച കുറച്ച് വാക്യങ്ങൾ പറ്റില്ല, അറിയാവുന്ന കുറച്ച് പാട്ടുകൾ പാടിക്കൊണ്ട് കാര്യമില്ല. ആമേൻ, സ്തോത്രം. അവിടെ കൃപമേൽ കൃപ വേണം. ശക്തി നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? എങ്കിലും ഈ അത്യന്ത ശക്തി, ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ സ്വന്തമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ ഒരു അത്യന്ത ശക്തിയാണ്, അത് ദാനമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വിലയേറിയ ഒരു ശക്തിയാണ്. പ്രത്യേകിച്ച് ഔട്ട്റീച്ചിനൊക്കെ പോകുമ്പോൾ ഞാൻ അല്പം മുമ്പ് ദേവദാസന്മാരോട് പറയുകയായിരുന്നു, ഒരു തരത്തിലും അവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് പറയട്ടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഔട്ട്റീച്ച് ചെയ്തപ്പോൾ ഇതുപോലെ ചിലർ തർക്കിക്കാൻ വന്നു. അന്ന് ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ആമേൻ, ഔട്ട്റീച്ചിന് പോകുമ്പോൾ വളരെ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. കാര്യം പലരും തർക്കിക്കാൻ വരുമ്പോൾ, ആമേൻ, സ്തോത്രം, നമ്മളോട് ആമേൻ അതേ മറുത്ത് ആമേൻ സ്തോത്രം ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ ഉള്ള ശക്തി കൂടെ ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഫിലോസഫിയോ ആമേൻ അവിടെ നമ്മുടെ ജ്ഞാനമോ കഴിയില്ല. തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം, പക്ഷേ ചിലരെയെങ്കിലും അത് പിന്തിരിപ്പിക്കും. അപ്പോൾ പ്രാർത്ഥന നമുക്ക് വളരെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിലനിൽപ്പ്, ജ്ഞാനവും കൃപയും അവിടെ വളരെ ആവശ്യമാണ്. പൊത്തുവരുത്തത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ട് വചനം ഈ നാളുകളിൽ വായിക്കണം, വചനം ഈ നാളുകളിൽ പഠിക്കണം. ആമേൻ, സ്തോത്രം. നല്ല ആമേൻ വാഗ്വൈഭവത്തോടെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല ദൈവകൃപയോടെ ദുഷ്ടന്റെ സൈന്യത്തോടെ വചനം കൊണ്ട് വെട്ടേണ്ടടുത്ത് വെട്ടാനും വചനം കൊണ്ട് വിവേചിക്കേണ്ടടുത്ത് വിവേചിക്കാനും ദൈവമക്കൾ ഈ നാളുകൾ കൃപ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അപ്പോൾ തന്നെ ഈ നാളുകളിൽ ശക്തി നമ്മിലുണ്ട്, പക്ഷെ മറന്നു പോകുന്നു. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറച്ച് ഇങ്ങോട്ട് വിട്ടത് നല്ല ശക്തരായിട്ടാണ്, ഒരു അധികാരത്തോടാണ്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സർവായുധ വർഗം, അല്ലാതെ 1-2 ആയുധമല്ല, സർവായുധ വർഗമാണ് നമ്മളെല്ലാം അവൻ ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതുണ്ടെന്നുള്ളത് നമ്മളങ്ങ് മറന്നു പോകുകയാണ്. ഞാനിങ്ങനെ ഒരു അനുഭവം ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആമേൻ, സ്തോത്രം, എൻ്റെ ഒരു ഫ്രണ്ട് അപ്ലൈ ചെയ്തു. അവന് ഒരുമാതിരിപ്പെട്ട ഒന്നും കിട്ടിയില്ല. IAS മുതലാണ് നോക്കിയത്, പക്ഷേ കിട്ടിയില്ല. അവസാനം കേരള പോലീസിൽ കിട്ടി. പക്ഷേ ഇവൻ്റെ ശരീരഘടന ഇങ്ങനെ ഒരു പോലീസ് ആകാനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല. കിട്ടിയ ജോലി എടുക്കണ്ടേ, കാര്യം വേറെ ചാൻസ് ഇല്ല. അവസാനം ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു, ഒരു വക ഒരു പലചരക്കടയിൽ പോലും ജോലി കിട്ടുന്നില്ല. പക്ഷേ എങ്ങനെയോ കേരള പോലീസിൽ കിട്ടി. അപ്പം പക്ഷേ എടാ, എനിക്ക് പേടിയായി. ഇവന്മാർ ഈ മാഫിയയൊക്കെ വളരെ ഉണ്ട്, റൗഡികളൊക്കെ ഒത്തിരി ഉണ്ട്. പാത്തിരുന്നൊക്കെ അവന്മാർ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ? ശമ്പളം കിട്ടിയില്ലേലും ജോലി കിട്ടിയാലും അടി കൊണ്ടെങ്ങനെ കിടക്കുന്നേ എന്നിങ്ങനെ കൂട്ടുകാർ കൂടി പറഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞൊരു മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. എടാ, കേരള പോലീസിൻ്റെ ആ യൂണിഫോം നീ ഇട്ട് കഴിയുമ്പോൾ നിൻ്റെ ഈ പേടിയൊക്കെ എന്ത് ചെയ്യും? അങ്ങ് മാറും. നിൻ്റെ ആ പേടിയൊക്കെ, നിൻ്റെ ഇപ്പോഴത്തെ സംസാരമൊക്കെ മാറും, നിൻ്റെ ഈ പേടിയൊക്കെ മാറും. നിൻ്റെ കയ്യിലുള്ള സ്റ്റിക്കിൻ്റെ വലിപ്പമല്ല, നീ ഇട്ടേക്കുന്ന യൂണിഫോമിന് എന്നാ ഉണ്ട്? ഒരു പവറുണ്ട്. ഒരുമാതിരിപ്പെട്ട റൗഡികളൊന്നും എന്ത് ചെയ്യത്തില്ല, അടുത്ത് വരത്തില്ല. ദൈവമക്കളെ, കേരള പോലീസിൻ്റെ യൂണിഫോമിന് അത്രയും പവർ ഉണ്ടെങ്കിൽ എന്നെ നിന്നെ ധരിപ്പിച്ചിരിക്കുന്ന ആ അധികാര വസ്ത്രത്തിന് പവറില്ലേ? കൃപ പ്രാപിച്ച ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തമായ ദൈവാലോചന എനിക്ക് ശേഷം കർത്താവിൻ്റെ ദാസനിൽ നമുക്ക് കേൾക്കും. എന്നാൽ ചില മിനിറ്റുകൾ നമുക്ക് ആമേൻ, സ്തോത്രം, ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ആലോചന പറഞ്ഞ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 19-ാമത്തെ അധ്യായത്തിൽ നിന്നും പ്രൈസ് ദി ലോർഡ് നാം ശക്തിപ്പെടേണ്ട ആവശ്യകതയെപ്പറ്റി ചില ആലോചനകൾ പറഞ്ഞ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 19-ാമത്തെ അധ്യായം എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം ചെയ്തെടുത്ത ചില മിനിസ്ട്രിയാണ്.
ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ചർച്ചിലെ എഫെസ് ലേഖനത്തിൽ നിന്നും ബൈബിൾ സ്റ്റഡി എടുക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുവാനും ദൈവം എന്നോട് സംസാരിക്കുവാനും കർത്താവിനെ സഹായിച്ചു. ഈ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉള്ള സ്ഥലമാണ്. 2 പ്രാവശ്യം അവിടെ പോകുവാൻ, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കാൻ കർത്താവ് സഹായിച്ചു. ടർക്കി എന്ന സ്ഥലത്ത്, ആ രാജ്യത്ത് കുസദാസി എന്നൊരു സ്ഥലമുണ്ട്. അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് എഫെസസ്. ഇപ്പോഴും അവിടെ ചെന്നാൽ ഇങ്ങനെ സഭകളൊക്കെ ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പല കാര്യങ്ങൾ അവിടെ പോയി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഈ ചരിത്രം ഒന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ആ ഒരു ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു ഉപദേശം വലിയൊരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് 3 മിഷണറി യാത്രയിൽ 3-ാം മിഷണറി യാത്രയിലാണ് പ്രധാനമായിട്ടും എഫെസോസിൽ പോവുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത്. വലിയ ചലഞ്ചിങ് ആയിരുന്നു അവിടുത്തെ ശുശ്രൂഷ. ആ ചലഞ്ച് ഇന്ന് നമുക്കും ഉണ്ട്. പ്രൈസ് ലോർഡ്. പക്ഷേ ആ ചലഞ്ചിൽ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? 7 വിധത്തിലുള്ള ചലഞ്ച്. ആ ചലഞ്ചിൽ എങ്ങനെ നമുക്ക് ശക്തിപ്പെടാം, എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാം, എങ്ങനെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കാം. അപ്പോസ്തലനായ പൗലോസ് സാധാരണ മിഷണറി യാത്രയിൽ പോകുമ്പോൾ മുൻപ് അവിടെ ചർച്ചൊക്കെ ഉള്ളിടത്തല്ല പോകുന്നത്. ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ലാത്ത, ഒരു സഭയും ഇല്ലാത്ത, ഒരു അപ്പോസ്തലന്മാരോ സുവിശേഷകരോ ഒന്നും ചെല്ലാത്ത പുതിയ സ്ഥലങ്ങളിലാണ് ചെല്ലുന്നത്. അങ്ങനെ യൂറോപ്പിൻ്റെ വാതില് അപ്പോസ്തലന് തുറന്നു കിട്ടിയപ്പോൾ അവസാനം ആ ദേശത്ത് നിന്ന്, കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താൻ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ആ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിക്ക് കൊരിന്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അക്വിലാവിനെയോടും പ്രിസ്കില്ലയോടും ഒപ്പം കുറച്ച് ദൂരം യാത്ര ചെയ്തു. എഫെസോസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അക്വിലാവും പ്രിസ്കില്ലയും അവിടെ വെച്ച് അവർ വേർപിരിയുന്നു. പിന്നീട് ഈ 2 പേരാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. വെറും സാധാരണ വിശ്വാസികൾ. ഇവിടെ ഇരിക്കുന്ന ആരോ സാധാരണയായിട്ടുള്ള ദൈവമക്കളോടും ദൈവത്തിൻ്റെ ആലോചന പറയുന്നു. പൗലോസ് ചില ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ കാണത്തില്ല കേട്ടോ, ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. അവിടെയും ചില എഫെസോസിൻ്റെ മേഖലകളിൽ ഒറ്റയ്ക്ക് എന്നെയും നിന്നെയും കർത്താവ് കടത്തിവിട്ടാലും കർത്താവിന് ചെയ്യാനുള്ള നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ ഈ അക്വിലാവും പ്രിസ്കില്ലയുമാണ് എഫെസോസിലെ മിനിസ്ട്രി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണക്കാരായ കപ്പിള്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം വലിയ ചില പ്രവർത്തനങ്ങൾ അവരുടെ ചെയ്യുവാൻ അത് കാരണമായി. അങ്ങനെ 3-ാം മിഷണറി യാത്രയിൽ പൗലോസ് അവിടെ വീണ്ടും തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോൾ വലിയ ചലഞ്ചസ് ആണ് അവിടെ ഉള്ളത്, വലിയ പ്രതിസന്ധികളാണ്. നമുക്ക് 19-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. 2-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. 1-ാമത്തെ ചലഞ്ച്, അപ്പോസ്തലനായ പൗലോസ് അവിടെ ചെന്നപ്പോൾ പകുതി വിശ്വാസികളായിട്ടുള്ള ചിലരെ ഇവിടെ കാണുന്നു. അവരാരാണ്? ശിഷ്യന്മാരാണ്. പേരുകൊണ്ട് ശിഷ്യന്മാരാണ്, പേരുകൊണ്ട് വിശ്വാസികളാണ്. പക്ഷേ അവരുടെ വിശ്വാസം അപൂർണമാണ്. നമ്മളൊക്കെ ഈ നാളുകളിൽ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ദൈവമക്കൾ ഈ നാളുകളിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ, ഒരു ദേശത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, സ്തോത്രം, പൂർണ്ണ വിശ്വാസമില്ലാത്ത, പുറമേ നോക്കുമ്പോൾ ശിഷ്യന്മാരാണ്, പാസ്റ്റർമാരാണ്, പുറമേ നോക്കുമ്പോൾ വിശ്വാസികളാണ്, ഇനി ഞങ്ങൾക്കൊന്നിനെ കുറവില്ലെന്നുള്ള ഭാവത്തിൽ കാണുന്ന അനേകരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്പം കൂടെ എടുത്തു പറഞ്ഞാൽ പൂർണ്ണ വിശ്വാസമില്ലാത്ത, വചനത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ചെവി കൊടുക്കാത്ത, പൂർണ്ണമായും അനുസരിക്കാത്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭാഗികമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. പേരുകൊണ്ട് ശിഷ്യനാണോ, പേരുകൊണ്ട് വിശ്വാസിയാണോ എന്നല്ല, ആ വിശ്വാസത്തിൽ ഒരു തികവുണ്ടായിരിക്കണം, ആ വിശ്വാസത്തിൽ ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം, ആ വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണമായിരിക്കണം. പൗലോസ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വാസികളൊക്കെ കാര്യം ശരിയാ, നിങ്ങൾ ശിഷ്യന്മാരൊക്കെ കാര്യം ശരിയാ, പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ആ ചോദ്യം ഇന്ന് നമ്മളോടും ചോദിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, അന്യഭാഷ കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മിലുള്ള ആത്മാവിൻ്റെ ലെവൽ എങ്ങനുണ്ട്? ഒരു കാലത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ ആരാധിച്ചോ അല്ലെങ്കിൽ സ്നാനപ്പെട്ടോ എന്നുള്ളതൊക്കെ നല്ല ചോദ്യം, നല്ല ഉത്തരങ്ങൾ. പക്ഷേ നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു, നമ്മുടെ വിശ്വാസം ഏത് നിലയിലായിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ആ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ഏകദേശം 12 പേരുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അപ്പല്ലോസ്. പ്രൈസ് ദി ലോർഡ്. അപ്പല്ലോസ് അവിടെ ശക്തമായി വചനം പറയുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടുള്ള വചനമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എത്ര പേര് ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയും? ഇതുവരെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇതുവരെയും വിശ്വാസത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്താത്ത, ഉപദേശം അനുസരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇതുവരെയും വേർപെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ. കർത്താവേ, ഇങ്ങനെ വെറുതെ മുന്നോട്ട് പോകാനല്ല, ഈ എഫെസോസില് വെറും വിശ്വാസിയായിട്ട് പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എനിക്ക് വിശ്വാസത്തിന് വേണ്ടി ഒരു ചുവട് വെക്കണം. അടുത്ത ചലഞ്ചിങ് ടൈമിൽ എനിക്ക് ഈ കൃപ പോരാ, ഈ വിശ്വാസം പോരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ പൗലോസുമാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് തർക്കവുമായിട്ടാണ് ഉത്തരം പലരും വരുന്നത്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന കമൻട്രിയിൽ ഇങ്ങനെയാണല്ലോ. അല്ല, തർക്കങ്ങളെയൊക്കെ മാറ്റി വെക്കാം. എനിക്ക് ഈ ശിഷ്യന്മാരെ റിയലി അപ്രീഷിയേറ്റ് ദം. അവരൊരു തർക്കത്തിനും പോകാതെ, പ്രൈസ് ദി ലോർഡ്, ആ ദൈവദാസന്റെ വാക്കിന് അവർ ചെവി കൊടുത്തു. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്താണ് നമ്മളായിരിക്കുന്നത്. പക്ഷേ കൂടുതലും അവിശ്വാസികളാണ്, കൂടുതലും ദുരുപദേശത്തിലാണ്. ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ചേഞ്ച് വേണം. ഞാൻ ചില നാളുകളായിട്ട് ചില പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. വിസ്താര ഭയത്താലും ഒരു പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ഓരോ ഡിനോമിനേഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പല എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെയും പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ മതത്തിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ സഭയുടെ അധ്യക്ഷൻ ആ കേന്ദ്രത്തിൽ നിന്നൊന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയ്ക്ക് വ്യത്യാസം വരുമല്ലോ, സ്നാനപ്പെടാൻ ജനം കൂട്ടാക്കുമല്ലോ. മറ്റൊരുത്തരും രക്ഷയില്ല, മധ്യസ്ഥന്മാരിരുന്ന് അവരുടെ ജീവനുള്ള കർത്താവിനെ ഒന്ന് സേവിക്കുമല്ലോ. നമുക്ക് ഈ നാളുകളൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഫെസോസിൽ അല്പവിശ്വാസവുമായിട്ട് പൂർണ്ണതയിലെത്താതെ, പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധവുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു പറ്റം ശിഷ്യന്മാരുണ്ട്. പൗലോസേ, ഇവിടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തത്താൽ ജയം. എന്തായിരുന്നു അവിടുത്തെ റെസ്പോൺസ്? 6-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും പോയില്ല, കൂടുതൽ തിയോളജി പറയാനൊന്നും പോയില്ല, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോയില്ല. അവരുടെ മേൽ കൈവച്ചപ്പോൾ ദൈവദാസന്മാര് വളരെ പേര് ഇവിടെയുണ്ട്. അടുത്ത നാളുകളിൽ വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ നിങ്ങൾ ചിലതിൻ്റെ മേൽ കൈവെക്കുമ്പോൾ ദുഷ്ടപോരുകൾ അഴിഞ്ഞു മാറും, അവിശ്വാസത്തിന്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറും, വിഗ്രഹാരാധനയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറും, പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള ചിന്തകൾ അഴിഞ്ഞു മാറും, അവിശ്വാസത്തിന്റെ കോട്ടകൾ തകരും യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ഒന്നാമത്തെ ചലഞ്ച് അപൂർണമായിട്ടുള്ള വിശ്വാസം, ആത്മാവില്ലാത്ത മണ്ഡലം. സൊല്യൂഷൻ, ആത്മാവിൽ ശുശ്രൂഷിക്ക്, ആത്മാവിൽ കൈവക്ക്, വിശ്വാസത്തോടെ കരം നീട്ട്. അവിടെ പരിശുദ്ധാത്മാവിന്റെ ചലനം അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചലഞ്ച്, അതിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. രണ്ടാമത്തെ ചലഞ്ച്, ശക്തമായ ശുശ്രൂഷ നടക്കുന്നുണ്ട്, പക്ഷേ ജനം റിസീവ് ചെയ്യുന്നില്ല, കഠിനപ്പെടുക. ദേവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ഇത് ഉണ്ടാകാറില്ലേ? ഒരു വശത്താവലോടെ ചിലര് വചനം കേൾക്കുമ്പോൾ ചിലര്
കഠിനപ്പെടുന്ന മണ്ഡലങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ദേശത്ത് കഠിനപ്പെടുന്ന ചില മണ്ഡലങ്ങൾ, നിങ്ങളിവിടെ നിൽക്കണ്ട, വിട്ടു പോകണമെന്ന് നമ്മളെ മടുപ്പിക്കുന്ന മണ്ഡലങ്ങൾ, നമ്മൾ തന്നെ ചിലപ്പം ചിന്തിച്ചു പോകും, കർത്താവേ നീയാണോ എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, കർത്താവേ നീ പറഞ്ഞിട്ടാണോ ഞാനിവിടെ നിൽക്കുന്നത്, ഇത് വാസ്തവമായും ദൈവഹിതമായിരുന്നോ? നമ്മൻ കഠിന ഹൃദയത്തിൻ്റെ ഒരു വലിയ പാരമ്യ ഘട്ടത്തിലോ ആത്മീക ഗോളം ഈ നാളുകളിൽ കടന്നു പോകുന്നത്. കഠിന ഹൃദയം കൂടുമ്പോൾ ദൈവഭയം നഷ്ടപ്പെടും. Praise the Lord. ഈ നാളുകളുടെ ആത്മീക അധപ്പതനത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ദൈവഭയമില്ല, ഹൃദയം കഠിനമാകുന്നു, ഹൃദയം തഴപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം റിസീവ് ചെയ്യുന്നതിന് പകരം റിബല്യസ് ആകുന്നു. ഒരു വാക്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ തലമുറകളെ റിബല്യസ് ആക്കുന്ന മണ്ഡലങ്ങള് വചനത്തിന് ചെവി കൊടുക്കാതെ റിബല്യസ് ആക്കുന്ന മണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും സ്വന്തക്കാര് വചനം അനുസരിക്കാതെ റിബല്യസ് ആയി നിന്നോട് എതിർക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തില്. Vastal Shamana Riba Udabala Baudaba Dara Riba Shamana Vaida Dara in the name of Jesus. Oh Riba Dara Riba Shamana Vaida Dara in the name of Jesus. Hallelujah. അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ച ദേശത്തും റിസീവ് ചെയ്യുന്ന ജനം മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. തളരല് കേട്ടോ, എപ്പോഴും റിസീവ് ചെയ്യുന്നവരായിരിക്കത്തില്ല. ചീരഘട്ടങ്ങളിൽ നീ അഭിഷേകത്തോടെ ശുശ്രൂഷിച്ചാലും റിബലിയസായിട്ടുള്ളവർ കാണും, കർത്താവാ നിന്നെ വിളിച്ചത്, കർത്താവാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിബലിയസ് ആകുന്നത് കണ്ട് മടങ്ങിപ്പോകാനുള്ള സമയമായിട്ടില്ല, ശുശ്രൂഷ നിർത്താനുള്ള സമയമായിട്ടില്ല. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുന്നു. അവർ റിബലിയസ് ആയപ്പോൾ എന്താണ് റെസ്പോൺസ്? തർക്കിക്കാൻ നിന്നോ? പൗലോസിന് തർക്കിക്കാൻ ശേഷിയില്ലായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ തർക്കിക്കാൻ നിൽക്കാതെ എന്ത് ചെയ്തു? ശിഷ്യന്മാരെ വേർതിരിച്ചു. ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ റിബല്യസ് ആളുകളുടെ വളരുമ്പോൾ നമുക്കവരെ വേർതിരിച്ച് പ്രാർത്ഥിക്കണം. വേർതിരിക്കേണ്ട ഒരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു വന്നു. പൗലോസ് അനേകയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി തിയോളജി സ്റ്റഡി ആരംഭിച്ച അവിടെ ടൈറാനസിന്റെ യൂണിവേഴ്സിറ്റിയിൽ. ഹല്ലേലൂയ. വചന പഠനവും വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടത് ചെയ്തു? കാര്യം ഈ നേടിയവരും കൂടെ എന്ത് ചെയ്യും? തെറ്റിപ്പോകും. ദൈവദാസന്മാരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് ദുഷ്ടശക്തികളെ ആർഗ്യുമെന്റുമായിട്ട് വരുമ്പോൾ തിരിച്ച പാരമ്പര്യത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും അശുദ്ധിയിലേക്കും മടക്കി കൊണ്ടുപോകുവാൻ ആധിപത്യവുമായിട്ട് വരുമ്പോൾ വേർതിരിച്ച് അവരെ ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ചലഞ്ച്. ഹല്ലേലൂയ. അതിന്റെ 12ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? എന്തായിരുന്നു റിസൾട്ട്? അങ്ങനെ ദൈവത്തിന്റെ വചനം അവിടെ ശക്തിയായി മുഴങ്ങിയപ്പോൾ 12ാമത്തെ വാക്യം, അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദൈവാത്മാവ് ശക്തമായി ആരോടോ ഇവിടെ ദൂത് പറയാണ്. ഷിനു പാസ്റ്ററേ, ചില ചലഞ്ച് വരുന്ന എന്തിനാണെന്നറിയാമോ? ക്ഷീണിപ്പിക്കാനല്ല, എംപവർമെന്റ്. അതുവരെ പൗലോസിന്റെ മേൽ ഇല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ആ ദുഷ്ടശക്തികൾ ചലഞ്ചുമായിട്ട് വന്നപ്പോൾ എന്തുണ്ടായി? ഒരു അഭിഷേകം പൗലോസിൽ അങ്ങുണ്ടായി. ഭൂതബാധകൾ മാറുന്നു, രോഗശാന്തി അവിടെ ഉണ്ടാകുന്നു. പൗലോസിന്റെ നിഴല് തട്ടിയപ്പോഴും നീ ഇവിടെ നിൽക്കത്തില്ല, നിന്നെ ഇവിടെ നിർത്തത്തില്ലെന്ന് ദുഷ്ടൻ വെല്ലുവിളിച്ചപ്പോൾ, ഇല്ല ഞാൻ നിൽക്കും, എന്നിലൂടെ ചില വിടുതൽ ഇവിടെ സംഭവിക്കും. Praise the Lord. Hallelujah. In the name of Jesus. Hallelujah. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഹൃദയകാഠിന്യത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ വെളിപ്പെട്ടു. ദൈവവചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു. മൂന്നാമത്തെ ചലഞ്ച്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 14ാമത്തെ വാക്യം. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കോവ എന്ന ഒരു യഹൂദന്റെ 13 മുതൽ വായിക്കാമോ? എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ
പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കോവ എന്ന യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ചലഞ്ച്, ദൈവനാമം ദുരുപയോഗം ചെയ്ത് ദുഷിപ്പിക്കുന്ന മണ്ഡലങ്ങൾ. നമ്മൾ ഈ നാളുകളിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഞാനും ജോക്കിനും പാസ്റ്ററും അല്പം മുമ്പ് പറയായിരുന്നു, ചില വിഷയങ്ങൾ ഈ നാളുകളിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ നാണം കെട്ട് പുറത്താങ്ങാൻ കഴിയാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. ദൈവനാമം അശുദ്ധമാക്കുന്ന കഥാവായി യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കാൻ ആമേൻ സ്തോത്രം പഠിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവമക്കളെ, നമ്മളത് ചൊല്ലേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തണം. കാര്യം ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന, ദൈവമക്കൾ തന്നെ ദുഷിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. അശുദ്ധമാക്കുന്ന മണ്ഡലങ്ങൾ. ഇവിടെ ഇതാ യേശുവിന്റെ പേര് പറഞ്ഞ്, പൗലോസിന്റെ പേര് പറഞ്ഞ്, കൃപയാന്നും പറഞ്ഞ്, അഭിഷേകമാന്നും പറഞ്ഞ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവമക്കളെ ഭേദഭേദങ്ങളെ വിവേചിക്കണം. എല്ലാത്തിനും കൈവെക്കാനുള്ളവരല്ല നമ്മള്, എല്ലാത്തിനും സ്തോത്രം പറയാനുള്ളവർ നല്ല, എല്ലായിടത്തും പോയി തല വെച്ച് കൊടുക്കാനുള്ളതല്ല. ഈ നാളുകളിൽ ദൈവകൃപയോടെ, ദൈവവചനത്തിന്റെ ഉറപ്പോടെ, ഹല്ലേലൂയ സ്തോത്രം. അതും മഹാപുരോഹിതന്റെ 7 മക്കള്. ഈ സ്ഥലത്ത് മഹാപുരോഹിതൻ ഒന്നും ചാൻസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്തു? അവന്മാരോട് വഴക്കുണ്ടാക്കാൻ പോയോ? ചില ഘട്ടങ്ങളിൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകണ്ട, ചില ഘട്ടങ്ങളിൽ നമ്മൾ തർക്കിക്കാൻ പോകണ്ട. അതാണ് ഞാൻ എടുക്കുന്ന ഒരു മെസ്സേജ്. നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അത് പോര് വിളിക്കാനുള്ളതല്ല, അത് ദൈവകൃപയാൽ ഹല്ലേലൂയ അതിനെ വിവേചിച്ചുകൊണ്ട് എതിർക്കേണ്ടടുത്ത് എതിർക്കാനുള്ളതാണ്. എങ്ങനായിരുന്നു ആറ്റിറ്റ്യൂഡ്? പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെല്ലാവരെയും കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. അടുത്ത വാക്യം കൂടെ. ഇത് എഫ്രസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തെറ്റി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ചലഞ്ച് വരുമ്പോൾ കർത്താവേ ഉള്ളതും കൂടെ പോയല്ലോ എന്നും പറഞ്ഞ് ഭാരപ്പെടാനുള്ളതല്ല. പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നട്ട സഭയാണെങ്കിൽ, ദൈവം നട്ട പ്രവർത്തനമാണെങ്കിൽ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാണെങ്കിലുണ്ടല്ലോ, ഏത് സ്കേവയുടെ പുത്രന്മാരാകട്ടെ, ഏത് ആമേൻ സ്തോത്രം മന്ത്രവാദ ശക്തികളാകട്ടെ, ഏത് ആഭിചാര ശക്തികളാകട്ടെ, ഓടിക്കാൻ ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. റിസൾട്ട് പൗലോസിന് അവിടെ നിന്ന് ഓടിപ്പോണ്ടി വന്നില്ല. പിന്നെയോ ദൈവനാമം അവിടെ എന്ത് ചെയ്തു? മഹിമപ്പെട്ടു. പറഞ്ഞാട്ടെ, എൻ്റെ ദേശത്ത് ദൈവനാമം മഹിമപ്പെടും, എൻ്റെ ജോലി സ്ഥലത്ത് ദൈവനാമം മഹിമപ്പെടും, എൻ്റെ ഭവനത്തിൽ ദൈവനാമം മഹിമപ്പെടും. ഓ ഹല്ലേലൂയ. ഈ എഫെസോസിൽ ഒരു ചുവട് വെക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്നിടത്ത്, നിന്നെ നിർത്തത്തില്ലെന്ന് വാദിക്കുന്നിടത്ത്, ഇവിടെ ഒരു വേല ചലിക്കത്തില്ലെന്ന് വിചാരിക്കുന്നിടത്ത്, ഇവിടെ അഭിഷേകം കത്തത്തില്ലെന്ന് വിചാരിക്കുന്നിടത്ത്, ഇവിടെ മന്ത്രവാദം ഒതുക്കുമെന്ന് വിചാരിക്കുന്നിടത്ത്, ദൈവത്തിന്റെ ആലോചന ശക്തിയോടെ പറയുന്നു, ഇവിടെ ദൈവനാമം മഹിമപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എങ്ങനെ ദൈവനാമം മഹിമപ്പെട്ടു? ആമേൻ സ്തോത്രം. അതിന്റെ 19-20 വേദഭാഗങ്ങൾ. പ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. പൗലോസ് ഒരു വീട്ടിലും ചെന്ന് നിങ്ങളുടെ ബുക്ക് താ ഞാൻ ചുടാവെന്ന് പറഞ്ഞില്ല. സഹോദരങ്ങളെ, എൻ്റെ നമ്മുടെയൊക്കെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും പേരൻസ് ആണ്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ പിള്ളേരോട് പോലും പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ചില ഘട്ടങ്ങളിൽ നമ്മുടെ എംപ്ലോയറിനോട് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ചിലപ്പോൾ പൊസിഷൻ കൊണ്ട് നീ മാനേജരായിരിക്കാം, പക്ഷെ നിന്റെ താഴെയുള്ളവർ നീ പറഞ്ഞാൽ കേൾക്കത്തില്ല. പകച്ചു നിൽക്കുന്നില്ലേ? ശുശ്രൂഷകന്മാർ പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില സിറ്റുവേഷൻ വരും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചാട്ട്, മന്ത്രവാദ ശക്തികൾ അടക്കി വാഴുന്നിടത്ത് ദൈവത്തിന്റെ മഹിമ വെളിപ്പെട്ടപ്പോഴുണ്ടല്ലോ, ഇവരെല്ലാം കൂടെ വന്ന്
ചൂടേണ്ടതിനെ, തീരിടേണ്ടതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. ഈ ടോക്കെ പട്ടണത്തില്, സൗത്ത് ഹോളില്, ബേസിൻ സ്റ്റോക്കില്, ടോൾവർത്തില്, യോർക്കില്, ഓക്സ്ഫോർഡില്, ഐസ്ബറിയില് ഈ നാളുകളിൽ ദൈവ തേജസ്സിന്റെ തീ വെളിപ്പെടുമ്പോൾ അന്ധകാര ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ കരിഞ്ഞു പോകും. യെസ്, in the name of Jesus. Hallelujah. രക്തത്താൽ ജയമെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഇരുട്ടിന്റെ ശക്തികളെ ഭയക്കുന്നെങ്കിൽ, നമ്മൾ ഭയപ്പെടാനുള്ളവരല്ല. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അതിനെയൊക്കെ ചൂട്ടുകളയുന്നതാ. വത്സല്യ ജോഗ്രിം പാസ്റ്റർ ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സാക്ഷ്യം, തൻ്റെ ശുശ്രൂഷയിൽ പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. സൗത്തുള്ള ഒരു ഹിന്ദു ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കുറച്ച് വിഗ്രഹങ്ങൾ ആ ഭവനത്തിലുണ്ട്, കൃഷ്ണൻ്റെയും പരരുടെയൊക്കെ. അപ്പം അവർക്ക് മനസ്സിലായി ഇത് ഈ വിഗ്രഹം തെറ്റാണെന്നുള്ളത്. പക്ഷെ അവർക്ക് പേടി. ജോഗ്രിം പാസ്റ്റർ പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾക്ക് പേടിയാണ്, ഞാൻ എന്ത് ചെയ്യാം, ഞാനത് കൊണ്ടുപോകാം, ഞാനതിനെ എന്ത് ചെയ്യും, ഇടേണ്ടടുത്ത് ഞാൻ ഇട്ടോളാം. സൗരങ്ങളെ, അന്ധകാര ശക്തികളെ ഭയന്ന് കഴിഞ്ഞാൽ ഒരു കാലത്തും അഭിഷേകം പ്രാപിക്കാൻ പോകുന്നില്ല. കൂടോത്തത്തെയും ആഭിചാരത്തെയും കൈവശത്തെയും ഒക്കെ പേടിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, ഈ നമ്മിലെ വിശ്വാസം ഒരിക്കലും എംപവറാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാനുള്ളതാ. നമ്മിൽ കഥ പകർന്നിരിക്കുന്ന മഹത്വം തീയുണ്ടല്ലോ, ഇതിനെ ദഹിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. രക്തതാൽസ്യം. എൻ്റെ സമയം കഴിയുന്നു. 5ാമത്തെ ചലഞ്ച്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, 15ഉം 16ഉം ഒന്ന് വായിക്കാമോ? 15ഉം. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു. സോറി, സമയം കഴിഞ്ഞല്ലോ. 23ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തിമോസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തു ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ തൊഴിൽ തകർച്ചയിലാകുവാൻ അടുത്തിരിക്കുന്നുവെന്ന് മാത്രമല്ല, അർത്തിമസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസിയ മുഴുവൻ ഭൂതലവും ഭജിച്ചു പോകുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മതി, സമയമില്ലാത്തതുകൊണ്ടാണ് മൊത്തം വായിപ്പിക്കാതെ. നമുക്കൊക്കെ അറിയാവുന്ന വേദഭാഗങ്ങളാണ്. ദൈവിക ശുശ്രൂഷയിൽ നമ്മൾ മുന്നേറുമ്പോൾ ചലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ചലഞ്ചിലൂടെയാണ് വിശ്വാസവും അഭിഷേകവും ശക്തിയൊക്കെ ബലപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ജൂഡി സിസ്റ്ററെ, എല്ലായിടത്തും ഒരുപോലെ റിസൾട്ട് ഉണ്ടാകത്തില്ല. ചില ഘട്ടങ്ങളിൽ കർത്താവേ എന്തുകൊണ്ടെന്ന് ചോദിച്ചു പോകും. പക്ഷേ അത് ഡബിൾ ചാർജിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. സ്തോത്രം. ഒന്ന്, അവിശ്വാസികൾ, പൂർണ്ണമല്ലാത്ത, പൂർണ്ണ സമർപ്പണമല്ലാത്ത, പൂർണ്ണ അനുസരണമല്ലാത്ത, അഭിഷേകം, അതെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ചലഞ്ച്. അടുത്തത് ഒപ്പോസ് ചെയ്യുന്ന ചലഞ്ച്. കഠിന ഹൃദയർ, കേൾക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട ചലഞ്ചസ്. കൊടുക്കുന്ന ട്രാക്റ്റ് മേടിക്കത്തില്ല, നമ്മളെ ദൂഷിച്ചു പറയുന്നു. അടുത്ത ചലഞ്ച് ഫേക്ക് മിനിസ്ട്രി, ദൈവനാമം അപമാനിക്കുന്ന രീതിയിലുള്ള മിനിസ്ട്രി. അടുത്ത മിനിസ്ട്രി മന്ത്രവാദ ശക്തികൾ, ആഭിചാര ശക്തികൾ. 5ാമത്തെ ചലഞ്ച് നമ്മളിപ്പോൾ വായിച്ചത്, ആ ദേശത്തിലെ അധിപതികൾ, ആ ദേശത്തിലെ വിഗ്രഹത്തിൻ്റെ ശക്തികൾ. എഫെസോസിൽ ഇപ്പിടി ചെല്ലുമ്പോഴറിയാം, അവിടെ ഡയാനയുടെ, ആർത്തമിസിൻ്റെ വലിയ ടെമ്പിളുണ്ട്. അത് കൂടാതെ സീസർ ദൈവമാണെന്ന് പറഞ്ഞ അവൻ്റെയും ടെമ്പിളും പാലസോടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വലിയ തൊഴിലാണ് ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. അത് അവിടുത്തെ ഒരു മെയിൻ തൊഴിലാണ്. കൂടാതെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സാധാരണ ഡയനയുടെ ടെമ്പിൾ കൊരിന്തിൽ ഉൾപ്പെടെ പലയിടത്തും ഉണ്ട്. പക്ഷേ എഫെസോസുകാർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് മനുഷ്യൻ തീർത്ത വിഗ്രഹമല്ല, ഇത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന്, ദ്യോവിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയ ബിംബം, അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പൊ അതിനെന്തോ കൂടുതൽ പവർ.
അപ്പം അതിൻ്റെ വിഗ്രഹങ്ങളാണ് അവരെല്ലാം എന്ത് ചെയ്യുന്നത്. അപ്പോൾ മറ്റു പട്ടണങ്ങളിൽ നിന്നും എഫെസോസിൽ വന്ന് വിഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. അപ്പം അവരുടെ ഒരു വലിയ ആദായ മാർഗമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് അവിടെ ചെല്ലുന്നത്. പൗലോസ് ചെന്ന് മന്ത്രവാദ ശക്തികളും എല്ലാം നിർവീര്യമായപ്പോൾ ഈ വിഗ്രഹക്കടയെ മൊത്തം ഇത് സെല്ലിങ് നടക്കുന്നില്ല. സൗരങ്ങളെ, ഇവിടെ നിന്ന് ചില മണിക്കൂറുകൾ പോയാൽ ഒരു ഉണർവ് നടന്നിട്ട് അവിടെ എന്താ സംഭവിച്ചെന്നാ, പബ്ബൊക്കെ അടഞ്ഞു. ആൽക്കഹോൾ ആർക്കും വേണ്ട. പോലീസ് സ്റ്റേഷനിൽ കേസില്ല. ഇവിടെ നടന്ന, ഈ രാജ്യത്ത് നമ്മുടെ അടുത്ത് നടന്ന സംഭവ ഇത്. ഇവിടെ നടക്കത്തില്ലേ? ടോക്കി നടക്കത്തില്ലേ? ഈ എഫെസോസിൽ അന്ന് നടന്നത്, ഈ വേൾസിലെ ഉണർവിൽ അന്ന് നടന്നത് നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ ശുശ്രൂഷ നടക്കത്തില്ലേ? വിശ്വാസത്തോടെ പറഞ്ഞിട്ട് നടക്കും, നടക്കും, നടക്കും. എന്റെ ദൈവത്താൽ അത് സംഭവിക്കും. എഫെസോസിൽ വിഗ്രഹത്തിന്റെ ശക്തി നിർവീര്യമായി. ആർക്കും അർത്തമിസിനെ വേണ്ട, ഡയനെ വേണ്ട, സീസറിനെ വേണ്ട. എല്ലാരും കൂടെ യോജിച്ചു, സീസറേക്കാൾ വലിയവനോ അർത്തമിസിനേക്കാൾ വലിയവനോ ഈ വിഗ്രഹത്തെ ആർക്കും വേണ്ടയോ? സ്വർഗത്തിൽ നിന്നുള്ള വിഗ്രഹത്തെ, ബിംബത്തെ ആർക്കും വണങ്ങണ്ടയോ? ഇതിനേക്കാൾ വലിയ ശക്തി ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അതാ അഭിഷേകം. ആ അഭിഷേകമാ നമുക്കിന്ന് ഇവിടെ വേണ്ടത്. ഈ എഫെസോസിൽ നമുക്കത് വേണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശക്തികളും കൂടെ ഒന്നിച്ച് കേസ് കൊടുത്തു. തല്ലാൻ വന്നാൽ സഹിക്കാം, തല്ലുകൊണ്ടേച്ച് പോകാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? എല്ലാം കൂടെ കേസ് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവം ആ വിധിയെ എന്ത് ചെയ്തു? ഒന്ന് ഇരിച്ചാട്ടെ. അവിടുത്തെ കോർട്ടിലെ ആ ജഡ്ജിന്റെ അവസ്ഥ, സീസറിന് അനുകൂലമായിട്ട് വിധിക്കാതിരിക്കാൻ പറ്റുമോ? ഡയനയ്ക്ക് ആ വിരോധമായിട്ട് വിധിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ദൈവം അവിടെ എന്ത് ചെയ്തു? ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ചില വിഷയങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് നിയമത്തെ അനുകൂലമാക്കും. എഫെസോസിൽ പൗലോസിന് വേണ്ടി ജഡ്ജിനെ ഒക്കെ അവന് ഫേവർ ആക്കിയെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് ഈ നാളുകളിൽ അനുകൂലമാക്കേണ്ടതിന് അനുകൂലമാക്കും. യെസ്, പ്രൈസ് ദി ലോർഡ്. ഈ പട്ടണത്തിൽ ഒരു ചലനം ഉണ്ടാകട്ടെ, ശുശ്രൂഷയിൽ ഒരു ചലനം ഉണ്ടാകട്ടെ, ഈ തലമുറയിൽ ഒരു ചലനം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദേവദാസൻ അനുഭവിച്ച സമയം തീരാനായി. 7ാമത്തെ ചലഞ്ച് ഇവിടെ എഴുതിയിട്ടില്ല. എഫെസോസിൽ പൗലോസിന് മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു. ഇന്നും ആ കൊളോസിയം അവിടെയുണ്ട്. എന്താണത്? 2 അർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്ന്, എല്ലാ പ്രാവശ്യവും അവരുടെ ഫെസ്റ്റിവലിനൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രത്യേകിച്ച് സീസറിനെതിരായിട്ടൊക്കെ നിൽക്കുന്നവരെ മൃഗത്തിൻ്റെ മുമ്പിൽ ഫൈറ്റിങ്ങിന് വേണ്ടി ഇറക്കി വിടും. ക്രൂര മൃഗങ്ങളുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ആ പാവങ്ങൾ എത്ര ശക്തിയുള്ളവനാണേലും ക്രൂരരായിട്ടുള്ള മൃഗങ്ങളുടെ മുമ്പിൽ നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ കൊല്ലപ്പെടും. ചിലരെയൊക്കെ പകുതി കടിയേറ്റ് ഇങ്ങനെ അവർക്കൊരു രസമാ എടുക്കും, അർത്ഥപ്പാണരായിട്ട് എടുത്തിട്ട് പിന്നെയും കുറെ കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. കാര്യം ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. എന്നാൽ അതിന് വേറെ അർത്ഥമുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? അവിടെ ആ സിംഹം എന്ന് ഉദ്ദേശിക്കുന്നത് സീസറിനെ പറ്റിയാണ്. സീസർ ലയണായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ സീസറൊന്നും ഒരു പ്രശ്നമല്ല. അല്പം മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാമോ? എന്നെയും നിന്നെയും കർത്താവാക്കിയിരിക്കുന്നത് സേഫ് സോണിലല്ല, കുമ്മനാട്ടും മുളക്കുഴയിലും പുനലൂരുവൊന്നുമല്ല, വളരെ ചലഞ്ചിങ് പ്ലേസിലാ. ഓ സ്തോത്രം. പേരുകൊണ്ട് ക്രിസ്തീയ രാജ്യമാണ്, പക്ഷേ ഈ പറയുന്ന എഫെസോസിലാ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. വിശ്വാസം കളഞ്ഞു കുളിച്ചിരിക്കുന്ന അപൂർണമായിട്ടുള്ള അല്പവിശ്വാസികളുടെ ഇടയ്ക്കാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇത് മതിയെന്നും പറഞ്ഞിരിക്കുന്നവരുടെയാ നമ്മുടെ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നിലുള്ള എംപവർമെന്റ് ചില അവിശ്വാസത്തിന്റെ മണ്ഡലങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് നയിക്കട്ടെ.
നിന്റെ മേൽ പകർന്നിരിക്കുന്ന വിശ്വാസം, ശക്തി, അഭിഷേകം കൃപാവരങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. വചനത്തിന്റെ വ്യാപാരത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ഫേക്ക് മിനിസ്ട്രീസിന്റെ മുമ്പിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓ കഠിന ഹൃദയരുടെ മുമ്പിൽ ഉറപ്പോടെ നിൽക്കുവാൻ, പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. മന്ത്രവാദ ശക്തികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കൃപ തരട്ടെ. ഓ ഹല്ലേലൂയ. വിഗ്രഹാരാധനയുടെ ശക്തികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. നിയമത്തിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. മൃഗങ്ങളുടെ ശക്തികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നെ ഒരു പുതിയ അഭിഷേകം പകരണമേ, പുതിയ ശക്തി പകരണമേ. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഇരട്ടി ശക്തിക്കായി സ്തോത്രം. അത് ഈ 4 ഭിത്തിയിൽ ഒതുങ്ങി നിൽക്കാനല്ല. എഫെസോസിൽ കർത്താവേ, ചില പൗലോസുമാരെ ഇവിടെ ആവശ്യമാണ്. ഒരു വലിയ മിനിസ്ട്രി ഇവിടെ നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.